എല്ലാവർക്കും ഹാർദമായി നമസ്കാരം. ക്ഷീര കർഷകർക്ക് പിന്നെ കൺസ്യൂമർമാർക്ക് മിഡിൽ മാൻ്റെ ചൂഷണം ഒഴിവാക്കിയിട്ട് നല്ല ശുദ്ധമായ ഹൈജീനിക് ചിക്കൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കേരള ചിക്കൻ പദ്ധതി വിപണനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കോഴിയിറച്ചിയുടെ ഒരു 40% മാത്രമാണ് എല്ലാ മേഖലയിലും കൂടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി മാതൃപ്രതിശേഖരത്തെ വളർത്തിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് സബ്സിഡി നൽകി ഈ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന വായ്പയ്ക്ക് പലിശ സബ്സിഡി നൽകിക്കൊണ്ട് 20 കോടി രൂപ കേരള സർക്കാർ വെക്കുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതിയിൽ കോഴിയിറച്ചി സാധാരണ മലയാളിയുടെ ഒഴിച്ചുകൂടാനാവാത്ത, നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. മുൻപൊക്കെ അപൂർവ അവസരങ്ങളിൽ മാത്രമാണ് കോഴിയിറച്ചി നാട്ടിലുള്ളവർ കഴിക്കാറുള്ളതെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഭക്ഷണമായി കോഴിയിറച്ചി മാറുകയുണ്ടായി. ശുദ്ധമായ രീതിയിൽ മാംസോൽപാദനവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനവും ഉറപ്പാക്കുന്ന കേരള ചിക്കൻ ലൈവ് ഔട്ട്ലെറ്റുകളിലൂടെ കോഴികളെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രോയിലർ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണയും ഈ പദ്ധതിക്കുണ്ട്. മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കോഴി ഫാം കർഷക സുഹൃത്തുക്കളെ, കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകളാണ് ഇതിൽ ഒട്ടുമിക്ക ആളുകളും ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം, കോഴി വളർത്തൽ മേഖലയിലെ കുത്തകകളുടെയും ഇടനിലക്കാരുടെയും ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ചെറുകിട കർഷകരുടെ സംഘടനയായ KPF, കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് മുമ്പിൽ ഒട്ടേറെ സത്യാഗ്രഹങ്ങളും കലക്ട്രേറ്റ് മാർച്ചുകളും ഒരുപാട് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ വന്ന ഗവൺമെന്റ് നമുക്ക് അനുകൂലമായിക്കൊണ്ട്, നമുക്കറിയാം, കർഷകർക്ക് അനുകൂലമായിക്കൊണ്ട് കേരളത്തിലെ കോഴി കർഷകരെ ഒപ്പം നിർത്തിക്കൊണ്ട് കർഷകർക്ക് അനുകൂലമായ ഒരുപാട് പ്രഖ്യാപനങ്ങളും നയപരിപാടികളും നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള കേരള ചിക്കൻ എന്ന പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണ്. ബ്രഹ്മഗിരിയുടെ അൽപ്പൻ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ ജില്ലകളിലും പോൾട്രി ഫെഡറേഷനുകൾ രൂപീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള കോഴി ഫാം കർഷകരെ കൃഷിക്കാരാക്കുന്നതോടൊപ്പം തന്നെ വിപണനം നടത്തുകയും ചെയ്യുന്ന, വ്യവസായത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു വൻ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള ചിക്കൻ പദ്ധതിയുമായി കേരളത്തിലെ ചെറുകിട കോഴി കർഷകരുടെ സംഘടനയായ കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ മുഴുവൻ പ്രവർത്തനങ്ങളിലും, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റെടുക്കാനും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഭാഗമാക്കുവാനും കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടകൾ, ചിക്കൻ കടകൾ മുഴുവൻ ആധുനികവൽക്കരിച്ചുകൊണ്ട് കേരള ചിക്കൻ ഔട്ട്ലെറ്റുകളാക്കി മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ പദ്ധതിയുമായി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന, ബ്രഹ്മഗിരി നടപ്പിലാക്കുന്ന, പോൾട്രി ഫെഡറേഷൻ മുകളിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ചെറുകിട കർഷകരുടെ സംഘടനയായ KPF മുഴുവൻ പ്രവർത്തനങ്ങളും പങ്കാളികളായിക്കൊണ്ട് അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ KPFAയുടെ കീഴിലുള്ള ഫാമുകളിൽ ഇപ്പോൾ കോഴിക്കുഞ്ഞ് ഇറങ്ങി തുടങ്ങി. നാളെ ഇതിന്റെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഇതിന്റെ ഒരു ചുവടുവെപ്പ് വളരെ കൃത്യമായി നോക്കിക്കൊണ്ട് ഡോക്ടർ നൗഷാദ് സാറും ജലാലുദ്ദീൻ സാറും മുനീർ സാറും ഒക്കെ അടങ്ങുന്ന വളരെ പ്രഗത്ഭരായ ഒരു ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ട് കോഴി കർഷകർക്കും എൻ്റെ ആദ്യമായിട്ടുള്ള ആശംസകൾ അർപ്പിക്കുന്നു. ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന് മലപ്പുറം ജില്ലയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു.